ഒരു തോട്ട് ഷിഫ്റ്റ് ആണ് ഇപ്പോൾ ആവശ്യം. നല്ല ഓൺട്രപ്രണേഴ്സ് ആയിട്ട് വളരാൻ കഴിയുന്ന കുട്ടികളുണ്ട്, നല്ല സംരംഭകർ. അതിനെന്ത് വേണം? നല്ല എഡ്യൂക്കേഷൻ വേണം. ഞാനിവിടെ കുഞ്ഞാണിയാഴ്ചയെ അനുസ്മരിച്ചുകൊണ്ട് പറയട്ടെ, ഈ ലോകത്ത് മനുഷ്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ മണ്ണിൽ ഒരു വിത്ത് പാകി എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇന്നും നമ്മൾ ഓർമ്മിക്കുമ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അദ്ദേഹത്തിന്റെ മക്കളും അത് തുടർന്നു, അനീഫയും അത് തുടർന്നു. അനീഫയുടെ ഒരു സമർപ്പണം എനിക്കറിയാം. ഇവിടെ ഈ പ്ലസ് ടുവിന് ഞാനൊരു സീറ്റ് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ അനീഫ നിരന്തരമായി ഇവിടെ ഒരു സീറ്റ് കൂട്ടാൻ എന്ത് പണി എന്ന് നോക്കി വന്നുകൊണ്ടിരിക്കും. ഇത്തവണ നമ്മുടെ പാർലമെന്ററി പാർട്ടിയിൽ തന്നെ ആദ്യമായി ഡിസ്കഷൻ വന്നത് നമ്മുടെ ബാച്ച് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷെ ഗവൺമെന്റ് വരാൻ കുറച്ച് ഈ ഒരു ടൈമിങ്ങിന്റെ ഒരു പ്രശ്നം വന്നു. അതുകൊണ്ട് മാർജിനലി ഇൻക്രീസ് 5 കുട്ടികളെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നേട്ടം 5 കുട്ടികൾക്ക് മാത്രമേ എക്സ്ട്രാ നിയമിക്കാൻ കഴിയുള്ളൂ. എന്നാലും ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കുന്നത് ഈ അഡ്മിഷൻ പ്രോസസ്സ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായി ഏതെങ്കിലും വഴി ഒരു ബാച്ച് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് കാരണം റിസൾട്ട് ഉണ്ടാക്കുന്ന സ്കൂളിലാണ് അത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് തന്നാൽ അത് നിങ്ങൾ കുറച്ചുകൂടി ഒരു 10-20 A+കാരെ കൂടി തരും എന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ കഴിഞ്ഞ 5 വർഷം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഇരിക്കുന്ന മക്കളുടെ ഭാവിയിലാണ്. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നാട് മാറണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും വീട് മാറണം. നമ്മളുടെ ഓരോരുത്തരുടെയും വീട് മാറ്റാൻ ഇനി എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. നമ്മളുടെ മേൽവിലാസം ഫിക്സ് ചെയ്തു പോയി. മുസമ്മിൽ ഖാന്റെ മേൽവിലാസം ബാങ്ക് സെക്രട്ടറി ആയി ഫിക്സ് ചെയ്തു പോയി. പക്ഷേ നമ്മളുടെ കുട്ടികൾക്ക് നമ്മളുടെ വീടിന്റെ മേൽവിലാസം മാറ്റാൻ കഴിയും. ഈ ഇരിക്കുന്ന മക്കളുണ്ടല്ലോ, അവര് വിചാരിച്ചാൽ നിങ്ങളുടെ വീട്, ഇന്നുള്ള വീടിന്റെ മേൽവിലാസം ഒരു കളക്ടറുടെ വീടാക്കി മാറ്റാൻ കഴിയുന്ന കുട്ടികളാണ് പലരും. IIM പോലുള്ള കോഴ്സുകളുണ്ട്. IIMന്റെ കോഴ്സ് കഴിഞ്ഞ് പുറത്തു വരുന്ന കുട്ടിയെ കാത്തിരിക്കുന്നത് 40-50 ലക്ഷം രൂപയുടെ പാക്കേജുകളാണ്. അഹമ്മദാബാദിലെയും ബാംഗ്ലൂരിലെയും IIM കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ്. നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസിലേക്ക് കുട്ടികളെ വഴിതെളിക്കണം. ഇന്ന് IITians നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ മലയാളികളായ ടെക്കികളെ ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയാണ്. ഈ പെരിന്തൽമണ്ണയിൽ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അടുത്തൊരു പ്രോജക്റ്റിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ കുട്ടികളൊക്കെ ഇപ്പോ നേരെ കടൽ കടന്നു പോകുന്നത് ഗൾഫിലേക്കല്ല. പുതിയൊരു യുദ്ധ സാഹചര്യം കൂടി ഉണ്ടായപ്പോൾ GCC കൺട്രീസും മിഡിൽ ഈസ്റ്റും നമ്മുടെ ഓപ്ഷൻ അല്ലാതായി മാറുകയാണ്. കുട്ടികൾ പോകുന്നത് എങ്ങോട്ടാണ്? ഇവിടെ പല കുട്ടികളുടെയും ആംബിഷൻ എന്താണ്? US പോകണം, കാനഡയിൽ പോകണം, UK പോകണം, അല്ല യൂറോപ്പിൽ പോകണം. അതോടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ യുവാക്കളെ ഇല്ലാതെയാണ്, കുട്ടികളെ ഇല്ലാതെയാണ്. നമ്മളൊക്കെ ഒരു വൃദ്ധസദനത്തിൽ മാത്രം നിൽക്കേണ്ട, ആരോരുമില്ലാത്ത അനാഥരായി മാറി. പകരം ഈ കുട്ടികളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയണം. MNC കമ്പനികൾ, അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് വേണ്ടി പെരിന്തൽമണ്ണയിൽ ഇരുന്ന് കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടാക്കണം എന്നതാണ് നമ്മുടെ അടുത്ത ഏറ്റവും വലിയ മിഷനായി ഞാൻ കാണുന്ന ഒരു കാര്യം. നമുക്ക് ഇവിടെ IIT കഴിഞ്ഞ് വരുന്ന കുട്ടികളെ അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാക്കണം. അതിനുള്ള പ്രോജക്റ്റുകളാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ബഹുമാന്യനായ VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ വാക്കുകളിൽ ഒന്നും ഈ നാട്ടിലെ HR-നെ, ഹ്യൂമൻ റിസോഴ്സിനെ, മനുഷ്യരെ ഏറ്റവും നല്ല വിഭവശേഷി ഉള്ളവരാക്കുന്നതാണ്. ഈ കുട്ടികൾക്ക് അതിനുള്ള സാധ്യതകളാണ് നാം തുറക്കേണ്ടത്. അനധി വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് അത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നമ്മളുടെ മക്കളെ നമുക്ക് കൈവിട്ടു പോകാതെ നമ്മളുടെ കൂടെ നിന്ന് അവർ ഡോളറിലും യൂറോയിലും പൗണ്ടിലും ശമ്പളമാക്കുന്നവരാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനെ ഒരു
പേഴ്സ്പെക്റ്റീവിലേക്ക് വിഷൻ ഉണ്ടാക്കാൻ നമ്മൾ മുന്നോട്ട് പോകണം. അതിന് ഇതുപോലുള്ള സ്കൂളുകൾ, അതികഠിനമായ പരിശ്രമം നടത്തുന്ന സ്കൂളുകൾ വിജയിച്ചുകൊണ്ടേയിരിക്കും. ആ പിന്തുണയാണ് ഞാൻ ഇവിടെ നൽകുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ വിജയിച്ച കുട്ടികൾ അനുമോദിക്കപ്പെടുമ്പോൾ അവരുടെ കൃത്യമായി രക്ഷിതാക്കളോട് എനിക്കൊരു ഒറ്റ ഉപദേശം മാത്രമാണ് നൽകാൻ. നിങ്ങളുടെ കുട്ടിയുടെ അംബീഷൻ ആയിരിക്കണം നിങ്ങളുടെ തീരുമാനം. നിങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളുടെ തല ഉപയോഗിക്കരുത് എന്ന് മാത്രം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആ കുട്ടികളുടെ ഇഷ്ടത്തിനായിരിക്കണം അവർ പഠിക്കുന്നത്. കാരണം നമ്മളുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കുമ്പോൾ മാത്രമേ ഒരു കുട്ടിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ അവർ പല സബ്ജക്റ്റുകളും പഠിച്ചിട്ടുണ്ട്. ഇനി അവര് വളരെ കോർ സബ്ജക്റ്റിലേക്ക് പോവാണ്. അവർ പഠിക്കേണ്ടത് ലിമിറ്റ് ആവുകയാണ്. ആ ലിമിറ്റഡ് ആയി മാറുമ്പോൾ നിങ്ങളുടെ മാത്രം ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ കുട്ടികളെ പലപ്പോഴും, ഞാൻ എപ്പോഴും കാണാറുള്ള ഒരു കാര്യമാണ്, നീറ്റ് കോച്ചിങ്ങിന് പോയി മാനസികമായി തകർന്ന പല കുട്ടികളും മുന്നിൽ വരുമ്പോൾ അവരവരെ രക്ഷിതാക്കളെയാണ് ബ്ലെയിം ചെയ്യാറുള്ളത്. ഞങ്ങളുടെ ഇഷ്ടമായിരുന്നില്ല, ഞങ്ങളുടെ വാപ്പയും നീ നിർബന്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത്. നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ രക്ഷിതാക്കളാവരുത്. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ഷെയർ ചെയ്യുക. എന്താണ് നിങ്ങളുടെ തോട്ട്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, എന്താണ്, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവരും നിങ്ങളും കൂടെ സംസാരിക്കണം, ഷെയർ ചെയ്യണം. അവരുടെ മനസ്സിനകത്തെ ആംബിഷനെ നിങ്ങൾ താലോലിച്ച് വളർത്തണം. അങ്ങനെ നമ്മുടെ കുട്ടികൾ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു കാലം ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ഒരിക്കൽ കൂടി അനീഫ സാഹിബ്, അദ്ദേഹത്തിന്റെ സർവീസ് ഇവിടെ അവസാനിക്കുമ്പോഴും അദ്ദേഹം ഒരു മികച്ച പൊതുപ്രവർത്തകനാണ്. ഈ പൊതുപ്രവർത്തകരുടെ ഒരു പ്രത്യേകത റിട്ടയർമെന്റ് ഇല്ലാത്തൊരു ജോലിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് എഡ്യൂക്കേഷനിലാണ്. ഈ സ്കൂൾ കെട്ടിപ്പടുക്കുന്നതിലാണ്, പടുത്തുയർത്തുന്നതിലാണ്, അംഗീകാരങ്ങൾ തുടരെ വാങ്ങിയെടുക്കുന്നതിലാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുമ്പോൾ അദ്ദേഹം ഏറ്റുവാങ്ങിയ വസിയത്ത് ഈ സ്കൂളിനെ 100% വിജയത്തിലേക്ക് എത്തിക്കുക എന്നതാണ്. അത് സമ്പൂർണമായി നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പടിയിറങ്ങുമ്പോൾ ഇനിയും അത് ഒരിക്കലും അവസാനിക്കാത്ത തുടർച്ച വേങ്ങൂരിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു.